കോഴിക്കോട് മണ്ഡലത്തിലെ വെള്ളിപ്പറമ്പിൽ 102-ാം ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം രണ്ടാം വട്ടവും തകരാറിലായി. രാവിലെ യന്ത്രം തകരാറിലായി 2 മണിക്കൂറോളം അവിടെ വോട്ടിംഗ് തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോൾ അരമണിക്കൂറിലേറെയായി പോളിംഗ് തടസ്സപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുൻപേ വന്നവർക്ക് പോലും ഇതുവരെ വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മുഹമ്മദ് അസ്ലം അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് വെള്ളിപ്പറമ്പിലെ ബൂത്ത് നമ്പർ 102, കോഴിക്കോട് മണ്ഡലത്തിന് കീഴിലുള്ള ബൂത്ത് നമ്പർ 102-ൽ രണ്ടാമത്തെ തവണയും വോട്ടിംഗ് മെഷീൻ തകരാറ് കാരണം വോട്ടിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആദ്യം രാവിലെ ഒരു തവണ ബാറ്ററി കേടായി, അങ്ങനെ വോട്ടിംഗ് തടസ്സപ്പെട്ട് കുറേ സമയം ഇരുന്നതിന് ശേഷമാണ് രാവിലെ ഉണ്ടായിരുന്ന കുറേ വോട്ടർമാർക്ക് വോട്ട് ചെയ്ത് പോകാൻ പറ്റിയത്. അങ്ങനെ ആ ബാറ്ററി റീപ്ലേസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും അരമണിക്കൂർ മുമ്പ് ഇപ്പോൾ വീണ്ടും വോട്ടിംഗ് തടസ്സപ്പെട്ടു. അപ്പോഴും പ്രശ്നം ബാറ്ററിയുടെ തകരാറെന്നാണ് പറയുന്നത്. സാങ്കേതിക വിഭാഗത്തെ അവർ വിളിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പോകും, അല്ലെങ്കിൽ ഉടൻ തന്നെ പരിഹരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം വോട്ടർമാർ നമുക്കറിയാം ഇവിടെ ഒരുപാട് പേര് കാത്തിരിക്കുകയാണ്. പിന്നെ അങ്ങനെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യണം. എപ്പോൾ വന്നത്? 12 മണിക്ക് വന്നാ, 3 മണി. 12 മണിക്ക് വന്നിട്ട് അപ്പോഴും പിന്നെ ക്യൂവിലായിരുന്നു. ക്യൂവിൽ ഫ്രണ്ടിലെത്തി. അപ്പം മെഷീൻ കേടായി. രാവിലെ മെഷീൻ കേടായിട്ടില്ല. രാവിലെ മെഷീൻ കേടായി. പല ജോലിക്കൊക്കെ പോകണ്ടായിരിക്കും. ജോലിയൊക്കെ ഒഴിവാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ പിന്നെ ക്യൂവിൽ നിന്ന് 2 തവണ മെഷീൻ കേടാന്ന് പറഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുക, വെയിറ്റ് ചെയ്യാണ്. രാവിലെ വന്ന് രണ്ടാമത്തെ വട്ടാണ്. രാവിലെ വന്ന് പ്രശ്നമായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയി, അങ്ങനെ പിന്നെയും വന്ന് പിന്നെയും വന്ന് നിൽക്കുക. രണ്ടാമത്തെ പ്രശ്നം കേൾക്കുന്നത്. ജോലിക്ക് പോയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ്. ഇപ്പം 12 മണിക്ക് വന്നാൽ ഇതുവരെ യാതൊരു പ്രതികരണമില്ല. സ്ത്രീകളടക്കമുള്ള ആൾക്കാരും ഇവിടെ വന്ന് കാത്തിരിപ്പുണ്ട്. ഇവിടെ പിന്നെ എങ്ങനെ കുറേ നേരമായി ഇത് കാത്തിരിക്കാനാണ്? 12:30-ക്ക് വന്നതാണ്. വിഷയം കംപ്ലൈന്റ് ചാർജ് ചെയ്യാൻ കൊണ്ടുപോയി അങ്ങനെ എന്താണ് പറയുന്നത്. വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ. വക്കനിയായി ചെയ്തിട്ടേ പോകുന്നു. നിങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിരിക്കണം? കുറേ നേരമായിട്ട് ഞാൻ 12:30-ക്ക് വന്നു. നിങ്ങൾ 12:30-ക്ക് വന്നു. പിന്നിപ്പോൾ മോരുകളൊക്കെ നാട്ടിൽ കൊണ്ടുവന്നതാ? അതൊക്കെ ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരമായിട്ട് ഇരിക്കുക തന്നെയാണ് അല്ലേ? കുറച്ച് നേരമായിട്ട് ഇരിക്കുകയാണ്. മക്കളൊക്കെ ഉണ്ട്, ഒക്കെ വീട്ടിൽ വെച്ചിട്ടാണ് വരുന്നത്. കുറേ നേരം ഇരിക്കുന്നു. ഉച്ചയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല? ഇല്ല, കഴിക്കാണ്ടാ വന്ന്. നേരത്തെ പോകുന്ന വെച്ച് ഇറങ്ങിയായിരിക്കും അല്ലേ? കുറേ നേരമായിരിക്കും. ഇത് ഇവിടെ നോക്കി സ്ത്രീകളുണ്ട്, അതോടൊപ്പം തന്നെ പുരുഷന്മാരുണ്ട്, നിരവധി പേര്. ഇപ്പോൾ പിന്നെ കസേരയൊക്കെ ഇട്ട് ഇവിടെ സ്കൂളിൻ്റെ കസേരകളും അല്ലെങ്കിൽ ബെഞ്ചൊക്കെ ഇട്ടിട്ട് അവർ കാത്തിരിക്കുകയാണ്. അത് 12 രാവിലെ വന്ന ആൾക്കാർ തന്നെ പലർക്കും പോകാൻ പറ്റില്ല. കാരണം അവർ പിന്നെ രാവിലെ പള്ളിക്ക് മുമ്പ് വന്നതാണ്. ഇവിടെ ഒരു 1.5 മണിക്കൂർ ഇവിടെ നിന്നിട്ടൊക്കെ പിന്നെ കംപ്ലൈൻ്റ് ആയി. പിന്നെ പള്ളിയിൽ പോയി വന്നതിൻ്റെ ശേഷം അതുപോലെ തന്നെ 1.5 മണിക്കൂർ ഒരു 2 മണിക്കൂർ മോളായി നിൽക്കണേ. അതെ, ഒരു ദിവസം തന്നെ നമ്മൾ വർക്കില്ലാണ്ട് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു വയസ്സായ ആൾക്കാർ ഒരുപാട് വന്ന് നിൽക്കുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം ഇല്ലാണ്ടൊക്കെ ഇപ്പോഴാണ് വെള്ളം കിട്ടിയതൊക്കെ പോലെ. ഒരാൾക്കാർ തൊഴിഞ്ഞ് വീണ ആൾക്കാരൊക്കെ ഉണ്ട്. അതെ, നാട്ടുകാരാണ് ഇപ്പോൾ വെള്ളം കൊണ്ടുതരുന്നത്. ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. നിങ്ങളെ കുറച്ച് പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാമെന്ന് വന്നായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, വോട്ട് ചെയ്യണം. വെയിറ്റ് ചെയ്യണം. എല്ലാം ഇപ്പോൾ വന്നിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ വന്ന ആൾക്കാരുണ്ട്. 2 മണിക്കൂർ നാട്ടുകാർ സ്വീപ്പായി. പിന്നെ രണ്ടാമത് ജനങ്ങളെ ബുദ്ധിമുട്ടാണ്. എന്താണ് ഇതിന്റെ കഥ? കണ്ടിട്ടാണ് നിങ്ങൾ മോരുവെള്ളം എന്തായിട്ട് ശരിയാക്കി. ഇങ്ങനെ ആകുമ്പോൾ വലിയ പ്രയാസമല്ലേ? ഇവർ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കിൻ്റെ ആളാണ്. ഒരു 5 മിനിറ്റ് ഒരു പെട്ടെന്ന് പരിപാടി ഇതാക്കണ്ടേ? വളരെ മോശമായി പോയതല്ലേ ഇലക്ഷൻ കമ്മീഷൻ. വയസ്സന്മാരെ മാത്രമല്ല, പാവപ്പെട്ട കാലിന് സൂല്ലാത്ത ആളുകൾ വരെ ഉണ്ടെങ്കിൽ അവരൊക്കെ എത്ര നേരം ഇപ്പോൾ നിൽക്കുന്നത്? 2 മണിക്കൂർ 3 മണിക്കൂർ രാവിലെ വന്ന് മടങ്ങിപ്പോയ ആളുകളാണ് അതൊക്കെ. അതുകൂടെ കൊണ്ട് ശ്രദ്ധിക്കണം. അതിപ്പോൾ സുഖമില്ലാത്ത ആൾക്കാരും മറ്റുമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? കുറേ നേരമായി വന്നിട്ട്. എന്നിട്ട് എന്താ പറയുന്നത്? വോട്ട് ചെയ്യാൻ നമ്മൾ എങ്ങനെ ചെയ്തിട്ടേ പോകും. ജനാധിപത്യല്ലേ, അപ്പോൾ അത് നമ്മൾ രേഖപ്പെടുത്തണം. ധരിച്ചിട്ടുള്ളത് തരിപ്പാ, കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ശരിക്കും വോട്ട് ചെയ്യണമെന്നൊരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് വോട്ടർമാർ വന്നിരിക്കുന്നത്. അതേസമയം ഈ തകരാറുകൾ ഉണ്ടാകുന്ന സ്വാഭാവികമായും ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. കാരണം രാവിലെ ഇവിടുത്തെ ഈ ബീത്തിന് സമയത്താണെങ്കിൽ രാവിലെ വന്ന് 1.5 മണിക്കൂർ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റാതെ പോയവരാണ് വീണ്ടും ഉച്ചയ്ക്ക് വരുന്നത്. ആ സമയത്തും
അവർക്ക് ഈ തകരാറ് കാരണം വോട്ടിംഗ് മെഷീൻ്റെ തകരാറ് കാരണം ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എപ്പോൾ ഇത് കഴിയും എന്നുള്ള പ്രശ്നം മാത്രമല്ല, ഇനിയുള്ള സമയം നീട്ടിക്കൊടുക്കണം എന്നുള്ള ആവശ്യവും ശരിക്കും ഇവിടുത്തെ ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ആളുകൾ ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പുറത്തേക്കും ഇതൊരു AMLP സ്കൂൾ പള്ളിപറമ്പിലെ AMLP സ്കൂളിൻ്റെ പുറത്തേക്കും ക്യൂ നീണ്ടിരിക്കുകയാണ്. നേരത്തെ അകത്ത് നിൽക്കുന്ന ആൾക്കാരെക്കാൾ ശരിക്കും പുറത്ത് ആൾക്കാരുണ്ട്. എങ്ങനെ ഇതിപ്പോൾ എപ്പോൾ പോകുന്നതിനെപ്പറ്റി ഒരു മണിക്കൂറായിട്ട് പോയിട്ട്, അപ്പോൾ അത് രാവിലെ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ശരിയായത്. അപ്പോൾ എന്താ ഞങ്ങളിങ്ങനെ ഇരിക്കുക വെയിലും കൊണ്ടിട്ട്, ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും. കുറേ നേരം ഇരിക്കുകയാണോ? അരമണിക്കൂറായിട്ട്. എത്ര താമസിച്ചാലും വോട്ട് ചെയ്തിട്ട് പോകും? നോക്കട്ടെ, എന്നോടത്തോളം നിൽക്കും. അപ്പോൾ അതായത് വളരെ പെട്ടെന്ന് തന്നെ സാങ്കേതിക തകരാർ പരിഹരിക്കണമെന്നാണ് വോട്ടർമാരും അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെയും ആവശ്യപ്പെടുന്നത്. കാരണം ഈ തകരാറ് ആൾക്കാർ വൈകുന്നോറും ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാകും. പലരും വോട്ട് ചെയ്യാതെ വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം വരരുതെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. യെസ്, കോഴിക്കോട് വെള്ളിപറമ്പിലെ 102-ാം ബൂത്തിലാണ് വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് ഇപ്പോൾ പോളിംഗ് നിർത്തിവെച്ചിരിക്കുന്നത്. മണിക്കൂറുകളായി അവിടെ ആളുകൾ കാത്തിരിക്കുന്ന സ്ഥിതിയാണ്. നീണ്ട നിര നമുക്ക് കാണാം. സമാനമായ പ്രശ്നം പല ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മീഡിയ 1 ഓഫീസിനടുത്താണ് ഈ വെള്ളിപറമ്പ് 102-ാം ബൂത്ത്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം നേരിട്ടത് എന്നതാണ് നമുക്ക്